ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനാണ് LGS 2024 കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും പ്രൊഫൈൽ മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ജനറൽ കാറ്റഗറി ആണോ, OBC ആണോ, റിസർവേഷൻ ഉണ്ടോ എന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യുക. കാരണം ഒത്തിരി ഉദ്യോഗാർത്ഥികൾക്ക് അതൊരു ഉപകാരപ്രദമായിരിക്കും, അതേപോലെ തന്നെ അവർക്കതൊരു ആശ്വാസവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് 2021 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് 72 മാർക്കായിരുന്നു. മെയിൻ ലിസ്റ്റിൽ വന്ന ഉദ്യോഗാർത്ഥികൾ 799 പേരും. അതേപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലെ നിലവിൽ അഡ്വൈസ് അയച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ 546 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ലാസ്റ്റ് അഡ്വൈസ് 25/1/2025 ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത്. ഇനി നമ്മൾ പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് 66.33 പത്തനംതിട്ട ജില്ലയുടെ കട്ട് ഓഫ്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ 365 പേരാണ് മെയിൻ ലിസ്റ്റിൽ പത്തനംതിട്ടയിൽ ഉൾപ്പെട്ടത്. അവിടുത്തെ നമ്മൾ അഡ്വൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അഡ്വൈസ് പോയിരിക്കുന്നത് 309 പേർക്ക് ടോട്ടൽ അഡ്വൈസ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് അഡ്വൈസ് പോയത് 18/1/2025 ലാസ്റ്റ് അഡ്വൈസ് പത്തനംതിട്ട ജില്ലയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നിലവിലത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ജില്ലകളുടെയാണ് നിലവിലിപ്പോൾ പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 6 ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾക്കറിയാം, പ്രൊഫൈൽ മെസ്സേജ് വന്നവർ ഉടൻ തന്നെ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യുക. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ആക്കാനും ശ്രമിക്കുക. അതേപോലെ തന്നെ ഇനി നമുക്ക് നിലവിൽ കിട്ടിയിരിക്കുന്ന ഇപ്രാവശ്യത്തെ കോഴിക്കോട് ജില്ലയുടെയും അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെയും കട്ട് ഓഫ് എന്ന് പറയുന്ന ഏറ്റവും അവസാനം പ്രൊഫൈൽ മെസ്സേജ് വന്നത് കോഴിക്കോട് ജില്ലയിലെ 72 മാർക്കുള്ളവർക്കാണ് നിലവിൽ ഓപ്പൺ കാറ്റഗറി പ്രൊഫൈൽ മെസ്സേജ് വന്നിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ 69.33 മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥിക്ക് നിലവിൽ പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് പല വെരിഫൈഡ് ഗ്രൂപ്പുകളിലും അതേപോലെ തന്നെ നമ്മൾ ഒത്തിരി ഉദ്യോഗാർത്ഥികളുടെ അടുത്തും ചോദിച്ചതിൻ്റെ പേരിലാണ് ഈ ഒരു കട്ട് ഓഫ് മാർക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും എന്താണെന്നുള്ളത് താഴെ ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മാർക്ക്. അതേപോലെ തന്നെ നിങ്ങൾ ഏത് കാറ്റഗറി ആണെന്നുള്ളത് കൂടിയും അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യണം. കാരണം ഒത്തിരി ആളുകൾ നമുക്ക് ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മാർക്കുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ കമൻസ് ആണ് അവർക്ക് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ ASMന് വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് 10 ദിവസമാണ് ക്ലാസ് ആയിട്ടുള്ളൂ. നിലവിലെ പ്രൊഫൈൽ മെസ്സേജ് LDCക്കും അതേപോലെ തന്നെ LGSനൊക്കെ കാത്തിരുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളുണ്ട്. വന്നില്ല എന്ന് കരുതി നിങ്ങളത് ആലോചിച്ച് ഒരിക്കലും ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ ഇനി പഠിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സുവർണ അവസരം കൂടിയുണ്ട്. അസിസ്റ്റന്റ് സെയിൽസ്മാൻ, അതേപോലെ തന്നെ കമ്പനി ബോർഡ് LGS, അതേപോലെ തന്നെ വരുന്നതാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്. അപ്പോൾ ഇതിനൊക്കെ സെയിം സിലബസ് തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഒരൊറ്റ റിവിഷൻ കൂടി ഇതിൻ്റെ കൂടെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന ലിസ്റ്റുകളിലൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ കിടിലൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ക്ലാസ് ആണ്, ഫ്രീ PDF, അതേപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു റിവിഷൻ സ്ട്രാറ്റജി കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അതേപോലെ തൊട്ട് താഴെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് കൂടിയുണ്ട്, അതിനും ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് PDF നോട്ടും അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.